ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകൾ കാടിന്റെ കരുത്ത് എന്ന സന്ദേശം പ്രചരിപ്പിക്കലാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. രാജ്യത്ത് ആകെ 3682 കടുവകളാണുള്ളത്. കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കടുവകൾ സസ്യബുക്കുകളുടെയും സസ്യജാലങ്ങളുടെയും സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. കാട്ടിൽ സസ്യാഹാരം തിന്നു വളരുന്ന ജീവികൾ പെറ്റുപെരുകിയാൽ കാട്ടിലെ സസ്യലതാദികൾ മുഴുവൻ തിന്നു തീർക്കും. സസ്യങ്ങൾ ഇല്ലാതാകുന്നതോടെ കാട് വരൾച്ച ബാധിച്ച് നശിക്കും. കാടിന്റെ സമ്പൂർണ്ണ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിന് കടുവകൾ കാരണമാകുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ആവാസ വ്യവസ്ഥയുടെ നാശം, വേട്ടയാടൽ, കടുവയുടെ ശരീരഭാഗങ്ങളുടെ അനധികൃത വ്യാപാരം, മരം മുറിക്കൽ തുടങ്ങിയവ കാരണം കടുവകളുടെ എണ്ണം കുറയുന്നു. വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ് കടുവകൾ. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കണ്ടുവരുന്നത്. ഇന്ത്യയിലാകെ 3682 കടുവകളാണുള്ളത്. ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. 785 കടുവകളാണ് ഇവിടെയുള്ളത്. 2021 ജനുവരി മുതൽ 2024 ജൂലൈ 21 വരെ രാജ്യത്ത് കൊല്ലപ്പെട്ടത് 510 കടുവകളാണ്. കേരളത്തിൽ 31 കടുവയാണുള്ളത്. ഇതിൽ വയനാട്ടിൽ മാത്രം 16 കടുവകളുണ്ട്. കേരളത്തിൽ പെരിയാർ, പറമ്പിക്കുളം എന്നിവയാണ് 2 കടുവാ സങ്കേതങ്ങൾ. ഇന്ന് പരിശോധിക്കപ്പെടുന്ന സമയത്ത് ലോകത്തിലുള്ള മൊത്തത്തിൽ 5000-ൽ ശിഷ്ടം കടുവകളുണ്ടെന്നാണ് സെൻസിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും സുന്ദരന്മാരെന്ന് പറയുന്ന കടുവകളും ബംഗാൾ കടുവകളാണ്. അതാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഏതാണ്ട് 2957 കടുവകളുണ്ടെന്നാണ് സെൻസിൽ പ്രകാരം കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ അത് കൂടുതൽ കുറയുകയും ചെയ്യാം. അപ്പോൾ ആ കടുവകളുടെ വംശവർദ്ധന കൂട്ടാൻ 2010 ശേഷമായിട്ട് ഏതാണ്ട് 700-ഓളം കടുവകൾ ഇന്ത്യ രാജ്യത്ത് വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കടുവ അലറിയാൽ കാട് വളരുമെന്ന പഴമക്കാരുടെ ചൊല്ലു നൽകുന്ന പാഠം ഉൾക്കൊണ്ട് കടുവകളെ സംരക്ഷിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനാചരണം നൽകുന്ന സന്ദേശം. കേരള വിഷൻ ന്യൂസ്, വയനാട്.